ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബിസിനസ്സിലെ തുടർച്ചയായ പരാജയങ്ങൾ കണ്ട് മനമെടുത്ത് വീട്ടിലെത്തിയതായിരുന്നു ആ യുവാവ്. താൻ തുടങ്ങിയ സംരംഭങ്ങളൊന്നും പച്ചപിടിക്കുന്നില്ല. എന്നാൽ തന്നോടൊപ്പം പഠിച്ചവരെല്ലാം വലിയ നിലയിലായി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ കഠിനാധ്വാനമെല്ലാം പാഴാകുകയാണെന്ന നിരാശയിൽ അവൻ തൻ്റെ അച്ഛനോട് സങ്കടം പങ്കുവച്ചു. ഇനി എനിക്ക് വയ്യ അച്ഛാ, ഞാൻ തോറ്റുപോയി, എൻ്റെ പരിശ്രമങ്ങളൊന്നും ഫലമുണ്ടാക്കുന്നില്ല. ഇതായിരുന്നു അവൻ്റെ വിഷമം. അച്ഛൻ അവനെ വീടിൻ്റെ പിന്നിലെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മനോഹരമായി പടർന്നു നിൽക്കുന്ന ഫേൺ എന്ന പന്നൽ ചെടികളും ആകാശം മുട്ടുന്ന മുളംകൂട്ടങ്ങളും ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, മകനെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫേൺ ചെടിയുടെയും മുളയുടെയും വിത്തുകൾ ഞാൻ ഒരേ ദിവസമാണ് നട്ടത്. ഫേൺ ചെടി വിത്തിട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മനോഹരമായ ഇലകളുമായി മണ്ണിൽ നിന്ന് ഉയർന്നു വന്നു. അധികം വൈകാതെ അത് തോട്ടം മുഴുവൻ പച്ചപ്പ് കൊണ്ട് നിറച്ചു. എന്നാൽ മുള നട്ട ഭാഗത്ത് മണ്ണിൽ ഒരു മാറ്റവും കണ്ടില്ല. 2ാം വർഷവും 3ാം വർഷവും ഫേൺ ചെടികൾ കൂടുതൽ പന്തലിച്ചു. മുളയുടെ ഭാഗത്ത് ഒരു പുല്ലുപോലും മുളച്ചില്ല. പലരും പറഞ്ഞു ആ വിത്ത് ചീഞ്ഞു പോയിട്ടുണ്ടാകുമെന്ന്. പക്ഷെ 5ാം വർഷം മണ്ണിൽ നിന്ന് ഒരു ചെറിയ മുള വന്നു. അത് അത്ഭുതകരമായിരുന്നു. വെറും 6 മാസം കൊണ്ട് ആ മുളഞ്ചെടി 80 അടിയിലധികം ഉയരത്തിലേക്ക് വളർന്നു. മകൻ സംശയത്തോടെ ചോദിച്ചു, അപ്പോൾ കഴിഞ്ഞ 5 വർഷവും അത് വളരാതെ എന്തെടുക്കുകയായിരുന്നു? അച്ഛൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, മകനെ, ആ 5 വർഷവും ആ മുളഞ്ചെടി മണ്ണിനടിയിൽ അതിൻ്റെ വേരുകൾ ഉറപ്പിക്കുകയായിരുന്നു. വലിയൊരു വളർച്ചയെയും കാറ്റുകളെയും താങ്ങാൻ തക്കവണ്ണം ആഴത്തിൽ വേരുകൾ പടർത്തുകയായിരുന്നു അത്. അന്ന് ആ വേരുകൾ പടർന്നിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ കുതിച്ചുചാട്ടം അതിന് സാധ്യമാവുകയില്ലായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ആഴത്തിൽ വേരൂന്നാൻ ഇതുപോലെ ക്ഷമയോടെ കാത്തിരുന്നേ മതിയാകും. മറ്റുള്ളവർ വേഗത്തിൽ വളരുന്നത് കണ്ട് നാം ഭാരപ്പെടരുത്. നമ്മുടെ വളർച്ച വൈകുന്നത് ഒരുപക്ഷെ വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്ക് മുന്നോടിയായി നാം വീഴാതിരിക്കാനുള്ള വേരുകൾ ആഴത്തിൽ ഉറപ്പിക്കുന്നതുകൊണ്ടാകാം. നിശ്ചിത സമയത്ത് നമുക്കും ഉയരങ്ങളിലേക്ക് വളരുവാൻ സാധിക്കും. ക്രിസ്തു പറഞ്ഞ വിതക്കാരൻ്റെ ബൊമ്മയിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, വിത്തുകളിൽ ചിലത് പാറസ്ഥലത്ത് വീണു. മണ്ണിന് ആഴമില്ലായകയാൽ അത് വേഗത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോഴോ അത് വെയിൽ തട്ടി വേരില്ലായകയാൽ ഉണങ്ങിപ്പോയി. ആഴത്തിൽ വേരുന്നുക എന്നത് വിജയത്തിന് എത്രമാത്രം പ്രധാനമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബിസിനസ്സിൽ മാത്രമല്ല, ബന്ധങ്ങളിലും ആത്മീയ ജീവിതത്തിലും ഈ ആഴമേറിയ ബലം നമുക്ക് ആവശ്യമാണ്. ആഴത്തിൽ വേരുറപ്പുള്ളവർക്ക് മാത്രമേ ഉയരങ്ങളിലേക്ക് വളരാനും ജീവിതത്തിലെ കാറ്റുകളെയും വെയിലിനെയും പ്രതിരോധിക്കാനും കഴിയൂ. ജീവിതം പ്രതിസന്ധികളും കാറ്റും കോളും നിറഞ്ഞതാണ്. അവയെ ഒഴിവാക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ അവയെ നേരിടാനും മറികടക്കാനും നമുക്ക് സാധിക്കും. അതിനുള്ള ഏറ്റവും എളുപ്പവഴി ആഴത്തിൽ വേരൂന്നുക എന്നുള്ളതാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശത്രുവിൻ ഭീതിയേറിയാലും സ്നേഹിതരായവർ മറന്നിടിലും, ശത്രുവിൻ ഭീതിയേറിയാലും സ്നേഹിതരായവർ മറന്നിടിലും, ബലവാനായവനെൻ ദൈവം തുണയായൻ സവിധേ, ബലവാനായവനെൻ ദൈവം തുണയായൻ സവിധേ, കരുതിടും തൻ കരത്താൽ എനിക്കായി കരുതും, എന്നെ വഴി നടത്തും, എന്നെ മുറ്റുമറിയുന്നവൻ. എനിക്കായി കരുതും, എന്നെ വഴി നടത്തും, എന്നെ മുറ്റുമറിയുന്നവൻ. എൻ്റെ നോവുകളും നിനവുകളും ആഴമായി അറിയുന്നവൻ. എൻ്റെ നോവുകളും നിനവുകളും ആഴമായി അറിയുന്നവൻ. നാഥ, നീയല്ലാതാരുമില്ല, എനിക്കായി കരുതും, എന്നെ വഴി നടത്തും, എന്നെ മുറ്റുമറിയും